LFT നോർമൽ ആയവർക്കും ലിവർ സിറോസിസ് വരാമെന്ന് സാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ സിറോസിസ് ആദ്യമേ എങ്ങനെ കണ്ടുപിടിക്കാം? സിറോസിസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നതല്ല, അതിങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് ഈ ലിവർ സിറോസിസ്. തുടക്കത്തിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റി ലിവർ, ഗ്രേഡ് 3 ഫാറ്റി ലിവർ, അതിനുശേഷം സിറോസിസ്. സ്റ്റേറ്റ് 2 ഹെപ്പറ്റൈറ്റിസ് എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ ഗ്രേഡ് 1 നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് സിറോസിസിലേക്ക് ചിലപ്പോൾ പോകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അബ്നോർമൽ ആണെങ്കിൽ ഈ സ്റ്റേറ്റ് 2 ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ, അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ കൂടിയും സ്കാനിലും ചിലപ്പോൾ ഫാറ്റി ലിവർ എന്ന് മാത്രമേ കാണുള്ളൂ. സിറോസിസ് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്കുള്ള ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്ന ടെസ്റ്റ്. അത് വളരെ ലളിതമായൊരു ടെസ്റ്റാണ്. അത് നമ്മളെ വയറ്റിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിവർ ഹാർഡനിങ് അല്ലെങ്കിൽ ലിവർ ഫൈബ്രോസിസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഈ ഫൈബ്രോസിസ് വരുന്നുണ്ടെങ്കിൽ അത് ലിവർ സിറോസിസിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഫൈബ്രോസിസ് ഒരു 6 or 7 താഴെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ കൂടുതലാണെങ്കിൽ ഈ ഫൈബ്രോസിസ് സെറ്റിൻ ചെയ്തിട്ടുണ്ട്. ലിവർ സിറോസിസിലേക്കുള്ള ആദ്യത്തെ പടി അതാണ്.